ഇപ്പൊ എന്റെ സക്സസ് സ്റ്റോറി ഗൈഡ്സിൽ മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ, മാം പറഞ്ഞു, ഞാനൊക്കെ വളരെ വീക്കായിട്ടുള്ള സമയത്ത് കയറി വന്നതാണ്. പക്ഷെ നമുക്ക് അതിന് നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്വഭാവം എന്ത് എന്ന് വെച്ചുതരാം? വെച്ചാൽ ഒരു ഒരു പർട്ടിക്കുലർ പേഴ്സണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ ഒരുപാട് എന്താണ് പിന്നെ കുറ്റങ്ങൾ പറയുക, പിന്നെ ഒരുപാട് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരെ പറ്റും. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമില്ലാത്ത വഴിയിലേക്കൂടെ നമ്മളതിൽ കേട്ടു പോകും. അല്ല, നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത വ്യക്തിയെ നമ്മൾ അയാളെ കുറിച്ച് കുറ്റം പറയുക എന്ന് പറയും. അയാൾക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഇപ്പം മാം പറഞ്ഞ പോലെ പൈസ മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ ജീവിതത്തിലൊക്കെ പാടം പഠിച്ചാൽ ഞാനൊക്കെ എന്റെ സ്റ്റാഫിന്റെ അടുത്ത് പോലും ഭയങ്കരമായിട്ട് റെബിൾഡായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷെ അതൊക്കെ ഞാൻ വളരെ സോഫ്റ്റായി അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ട് പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ നാം പറഞ്ഞല്ലോ, നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉപദ്രവം ചെയ്യാതിരിക്കും. ആ ഒരു ചിന്താഗതിയിലേക്ക് പോയി നമ്മുടെ ഓരോ ആൾക്കാർക്ക് നമുക്ക് മാക്സിമം നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അത് 1 രൂപയായില്ല, പൈസ ആയിട്ടല്ല, പല കാര്യം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ട് അത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ഇതൊന്നും എനിക്ക് ഇപ്പൊ പെട്ടെന്ന് വന്നതല്ല. കാരണം മാമിന്റെ ക്ലാസ് ലാസ്റ്റ് 1 ഇയർ ഞാൻ ചേർന്ന് പല കാര്യങ്ങൾ എഴുതി, പല ബുക്കിൽ എഴുതി, പല ചെയ്ത് എന്റെ മൈൻഡിനെ ഞാൻ കോൺസെൻട്രേഷൻ കൊണ്ടുവന്നിട്ടാണ് എന്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഉയർന്നു വന്നത്. ഓരോ സ്റ്റെപ്പ് ഇതിലൊക്കെ വളരെ മാമൊക്കെ പറയാം, ഞാനൊക്കെ വളരെ ഡൗൺ ഇറക്കുന്നത് ഞാൻ മെല്ലെ വന്ന് ഇപ്പം ആ ഒരു നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു തോട്ട്സ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതെന്റെ മൈൻഡിലേക്ക് വരും. എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞ സാധനം, ഒരു സംഭവം എനിക്കൊരു സംഭവിച്ച അയ്യോ ഇന്നലെ എനിക്കൊന്ന് വിഷമിച്ചു വന്ന് വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അത് ഞാൻ മാറി അതിന്റെ പോസിറ്റീവ് വൈബിലേക്ക് ഞാൻ കൊണ്ടുവരും. അതാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ളത്. കാരണം നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് നമുക്ക് മാറിയിട്ട് പോസിറ്റീവ് തോട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അത് നമുക്ക് വരും. അപ്പൊ എല്ലാ ഇപ്പൊ വരുന്ന പുതിയ സ്റ്റുഡൻസിനോട് പറഞ്ഞത്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. പക്ഷെ നമ്മൾ അത് ആക്ഷനും കൂടിയാണ്. വെറുതെ ക്ലാസ് കേട്ടിട്ട് നമ്മൾ കാര്യമില്ല. നമ്മൾ അതിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, നമുക്ക് എന്താ ബുക്ക് റീഡിങ്, അതായത് നമുക്ക് എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഉണ്ട്. കാരണം ചിലപ്പോൾ നമുക്കറിയാം ഇന്ന് നടക്കണം എന്നില്ല. അത് ചിലപ്പോൾ മാം പറഞ്ഞ പോലെ യൂണിവേഴ്സിന് എപ്പോഴാണ് തരേണ്ടതെന്നുള്ള സമയമുണ്ടാവും. ആ സമയത്തിന് മാത്രമേ നമുക്ക്, പക്ഷെ ആ സമയത്തിന് കിട്ടുന്നവരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടിയിട്ട് അത് കിട്ടിയിട്ട് നമ്മൾ അതിനെ കൊണ്ട് പുറകോട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ നമുക്ക് അത് അടുത്ത ആൾക്ക് ഷെയർ ചെയ്യും. അടുത്ത ആൾക്ക് നമ്മളത് എന്തൊക്കെ നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുക ഷെയർ ചെയ്യും. അത് നമുക്ക് നിലനിൽക്കും. ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആവും.